76ാം റിപ്പബ്ലിക് ദിന ആഘോഷത്തിന് ഒരുങ്ങുകയാണ് രാജ്യം. നാളെ റിപ്പബ്ലിക് ദിനമാണ്. സുവർണ ഇന്ത്യ, പൈതൃകവും വികസനവും എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ ഡൽഹിയിൽ നടക്കുക. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബവോ സുബിയാൻഡോ മുഖ്യ അതിഥിയായിരിക്കും. വിനിത വിജി ഡൽഹിയിൽ നിന്നും കർത്തവ്യപഥത്തിൽ നിന്നും നമുക്കൊപ്പം ചേരുകയാണ്. വിനിത, യഥാർത്ഥത്തിൽ ഒരുക്കങ്ങളൊക്കെ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റു വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കർത്തവ്യ പഥിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ എല്ലാ ഒരുക്കങ്ങളും ഒപ്പം തന്നെ വിപുലമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെയാണ് ഇക്കുറി ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് VIP ഗസ്റ്റുകൾക്കൊക്കെയായി ഇരിക്കുന്നതിനുള്ള സജ്ജീകരണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവിടെയും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കർത്തവ്യ പഥിലാണ് നാളെ പരേഡുകളും ഒപ്പം തന്നെ ആഘോഷവും ഒക്കെ തന്നെ നടക്കുന്നത്. ഇത്തവണത്തെ പ്രമേയം എന്ന് പറയുന്നത് സുവർണ ഇന്ത്യ, വികസനവും പൈതൃകവും എന്ന പ്രമേയത്തിന്മേലാണ് ഇത്തവണത്തെ ആഘോഷ പരിപാടികളൊക്കെ തന്നെ ഉണ്ടാവുക. വിദേശ പ്രതിനിധികൾ, നമ്മൾ ക്ഷണിച്ചിട്ടുള്ള അതിഥികൾ, അവരൊക്കെ തന്നെ ഡൽഹിയിലേക്ക് എത്തി തുടങ്ങിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ അതീവ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വിപുലമായിട്ടുള്ള ആഘോഷ പരിപാടികളാണ് ഇക്കുറി ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബവോ സുബിയാൻഡോയാണ് മുഖ്യ അതിഥി. അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. വിദേശകാര്യ സഹമന്ത്രിയും മറ്റു ഉദ്യോഗസ്ഥരും എത്തി അദ്ദേഹത്തെ അവിടെ നേരിട്ട് പോയി കണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ടായിരുന്നു. 3 ദിവസത്തെ സന്ദർശനമാണ് അദ്ദേഹവും ഇന്ത്യയിൽ നടക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് വൈകിട്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ഒപ്പം തന്നെ പത്മ പുരസ്കാരവും രാഷ്ട്രപതിയുടെ മെഡലുകളും ഇന്ന് പ്രഖ്യാപിക്കും. നാളെ നടക്കുന്ന ആഘോഷ പരിപാടികളുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. 70 കമ്പനി അർദ്ധ സൈനികരെയും ഒപ്പം തന്നെ 15,000-ഓളം പോലീസുകാരെയും ഈ തന്ത്രപ്രധാനമായിട്ടുള്ള പല മേഖലകളിലായി വിന്യസിച്ചിരിക്കുകയാണ്. അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് മേഖലകളിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള നിയന്ത്രണം, വാഹന നിയന്ത്രണം അടക്കം ആണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ നാളെ ഈ ആഘോഷ പരിപാടികൾ കാണുന്നതിനും മറ്റുമായി ആളുകൾക്ക് എത്തുന്നതിനായി മെട്രോ രാവിലെ 3 മണി മുതൽ തന്നെ സർവീസ് നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ വിപുലമായിട്ടുള്ള ഒരുക്കങ്ങൾ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കർത്തവ്യ പഥിലാണ് നാളെ ആഘോഷ പരിപാടികളും പരേഡുകളും ഒക്കെ തന്നെ നടക്കുക. ഇവിടെയും ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു വിനിത വിജി.